റാപ്പർ വേടനെതിരായ വനം വകുപ്പ് കേസിൽ വനം വകുപ്പ് മേധാവി ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പുലിപ്പല്ല് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കാനായിരുന്നു അന്വേഷണം. കോടനാട് റേഞ്ചിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയുണ്ടാകുമെന്ന് വനമന്ത്രി അറിയിച്ചിരുന്നു. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നു, തുടർ നടപടി എങ്ങനെയായിരിക്കും? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി വേടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വനം വകുപ്പിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വനം മന്ത്രി അറിയിച്ചതാണ്. ഈ വിവാദങ്ങളിൽ വേടൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഉടനെ തന്നെ മന്ത്രിയുടെ പ്രതികരണം വരികയും പൂർണ്ണ പിന്തുണ വേടനൊപ്പമാണ് എന്ന നിലയിലുള്ള പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ആ പ്രതികരണത്തിൽ തന്നെ ചേർത്ത് പറഞ്ഞിരുന്നതാണ് കോടനാട് ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ വന്നു. സാധാരണ ഒരു കേസിനേക്കാൾ കൂടുതൽ ചിലതെന്തോ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുത്തിക്കാനുള്ള ശ്രമം നടന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വനം വകുപ്പ് എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ വിലയിരുത്തുന്നത് എന്ന് പ്രതിഫലിക്കുക. എന്തായാലും പുതിയ വനം വകുപ്പ് മേധാവിയായി ചുമതലയേറ്റ രാജേഷ് രവീന്ദ്രൻ മന്ത്രിക്ക് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട്